ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടുകളിൽ ഇതേപോലത്തെ അപകടങ്ങൾ പതിവാണോ? അതോ ഇപ്പൊ ഈ ഇന്ത്യൻ കോസ്റ്റിലൊക്കെ ഇത് എത്രത്തോളം ഫ്രീക്വന്റ് ആയിട്ടാണ് ഇങ്ങനത്തെ ഓരോ സംഭവിക്കുന്നത്? ആക്ച്വലി ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്സിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അറൗണ്ട് ഒരു 600 ആക്സിഡൻസ് ഒക്കെ പെർ ഇയർ ഉണ്ടാകാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട് വരുമ്പോഴേക്കും ഇത് ആക്ച്വലി ലോ ഓഫ് ദി സീ പ്രകാരം, ഇന്റർനാഷണൽ ലോ ഓഫ് ദി സീ പ്രകാരം നമ്മളുടെ കോസ്റ്റൽ ഇല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സോൺ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ അപ്പുറത്ത് ഇറ്റ് ഈസ് റൂൾഡ് ബൈ ഇന്റർനാഷണൽ ലോ ആണ്. ആ ഇന്റർനാഷണൽ ലോ അവിടെ ഇന്റർനാഷണൽ നോംസ് ആണ് ബാധകമാകുക. അതാണ് ഇപ്പം നമ്മളുടെ ഇവിടെ വന്നിട്ട് ഒരു ഷിപ്പ് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ലോക്കൽ ഇൻവേഷൻ ആണ് അവരുടെ ഒരു ഇഷ്യൂ ആണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതർവൈസ് ഈ പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ റൂട്ടുകളിൽ നടക്കാറുണ്ട്. പലപ്പോഴും ഡീപ്പ് വാട്ടർ ആയതുകൊണ്ട് ഈ പോകുന്ന ഷിപ്പ് തന്നെ അത് ഫർദറായിട്ട് സാൽവേജ് ചെയ്യാൻ നിൽക്കാറില്ല. ബിക്കോസ് ഇറ്റ് വിൽ സിങ്ക് ഇൻ ടു സച്ച് എ ഡെപ്ത്. ഭയങ്കര ഡെപ്തിലായിരിക്കും അത് പോവുക. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഫർദറായിട്ട് സാൽവേജിങ് ഓപ്പറേഷൻ ഒന്നും നടക്കുകയൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ കോസ്റ്റൽ റീജിയൺ ആയതുകൊണ്ട് ഇത് കോസ്റ്റൽ നമ്മുടെ ഷിപ്പും ഈ ഫിഷിംഗ് ബോട്ടും ചെറിയ വെസൽസും ഒക്കെ പോകുന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടുന്ന് ഇതിനെ സാൽവേജ് ചെയ്യേണ്ടി വരും. അവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തീരത്ത് അടിയൂന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒന്ന് ഒഴുക്കനുസരിച്ച് ചിലപ്പോൾ അടിയേരി അങ്ങനെ കുറച്ച് ഈസിയർ ആയിരിക്കും. അതല്ലെങ്കിൽ അതിന് എന്തായാലും അവിടെ നിന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. അല്ലെന്ന് വെച്ചാൽ ഇത് താഴെ കിടക്കുന്നതുകൊണ്ട് സാറ്റലൈറ്റിലും ഇതിൻ്റെ ഇഷ്യൂസ് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് എത്ര ഡെപ്തിലാണെന്ന്. സോണാറും സാധനങ്ങളൊക്കെ ഉണ്ട് പല ഫിഷിംഗ് ബോട്ട്സിലും, അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും ദർ ഇസ് എ റിസ്ക് ഓഫ് മെക്കാനിക്കൽ ഹിറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഇൻ്റർനാഷണൽ റൂട്ടിലേക്ക് കയറിയിട്ട് പോകേണ്ടതാണെങ്കിൽ അതുവരെ കോസ്റ്റൽ ലൈനിൽ കൂടി തന്നെ പോകേണ്ടി വരും, അടുത്ത കൂടി തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ഫർദർ കാർഗോ, ഇതിപ്പോൾ കാർഗോ പലതും പല സ്ഥലത്തൊക്കെ ഉള്ളതായിരിക്കും. ഇപ്പോൾ എല്ലാ കണ്ടെയ്നറും ഒരു സ്ഥലത്തായിരിക്കില്ല. ചില സ്ഥലത്ത് ലോഡിങ് ഉണ്ടാവും, അൺലോഡിങ് ഉണ്ടാവും. ചില കാർഗോ മാറി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതായിരിക്കും, വേറെ സ്ഥലങ്ങളിലേക്ക് പോകാം. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ വിഴിഞ്ഞത്തുനിന്ന് കൊച്ചിയിലേക്ക് വരിക എന്ന് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു കോസ്റ്റൽ ലൈനിൽ കൂടി തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇൻ ബിറ്റ്വീൻ അൺഫോർച്ചുനേറ്റ്ലി ഈ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഇന്റർനാഷണൽ റൂട്ട്സിൽ അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത്രമാത്രം എസ്പെഷ്യലി മെറീൻ കാർഗോയും ഇല്ലെങ്കിൽ അതൊരു വളരെ ഒരു ബൾക്ക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് ഈ സീ ബേസ്ഡ് കാർഗോ വളരെ അധികം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നുവെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവാണ്, ബൾക്ക് ട്രാൻസ്പോർട്ടാണ്, വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നമ്മൾ എത്രയോ പോർട്ടുകൾ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഈസ് ഹാപ്പനിങ് വേൾഡ് വൈഡ്. പിന്നെ സർഫേസ് ട്രാൻസ്പോർട്ടിൻ്റെ ഇഷ്യൂസ് അതിൻ്റെ അകത്തില്ല. ബിക്കോസ് കടൽ ഭയങ്കര വാസ്റ്റാണ്, ഓഷ്യൻ ഈസ് വെരി വാസ്റ്റ്. മദർഷിപ്പിൻ്റെ അകത്തൊക്കെ എത്രയോ കാറുകളും എത്രയോ സാധനങ്ങൾ കയറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ആ ഇൻ്റർനാഷണൽ സീ കൊമേഴ്സ് ഓൺ ദി റൈസാണ്. അത് ഓൺ ദി റൈസ് ആകുമ്പോൾ സേഫ്റ്റി നോംസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ അൺസീൻ ആയിട്ടുള്ള ആക്സിഡൻസ്, ഇപ്പോൾ വെതർ എക്സ്ട്രീംസ് വരാം. ഇതൊന്നും പെട്ടെന്നൊന്നും ഈ വെതർ ഇല്ലെങ്കിൽ നാച്ചുറൽ പവർ ഓഫ് നേച്ചർ എന്നുള്ളത് നമുക്ക് ഒരിക്കലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചിലപ്പോൾ പെട്ടെന്ന് ബാലൻസുകൾ പോകാം, സംഭവിക്കാവുന്ന തന്നെയാണ്. ആ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാപ്പൻ. ഓക്കെ, ഇതിന് മുന്നേ ഇന്ത്യൻ തീരദേശത്ത് ഇതുപോലെ ഉണ്ടായത് എപ്പോഴാണെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും എനിക്കറിയില്ല. ഞാനായി കണ്ടത് ലക്ഷദ്വീപിൽ ഞാൻ പലപ്പോഴും പോകുമ്പോൾ ലക്ഷദ്വീപിൽ അഗത്തിയുടെ സൈഡിൽ ഒരു ഷിപ്പ് അടിഞ്ഞിട്ട് ഇങ്ങനെ വളരെ കാലം ഞാൻ 10-15 വർഷമായി ഞാൻ അപ്പോഴും കിടക്കുന്നുണ്ട്. അതിങ്ങനെ ഫുള്ളായിട്ട് അടിഞ്ഞു പോയെന്നറിയില്ല. അതിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാകാം. പക്ഷെ അതൊരു അയൺ ആണല്ലോ ഈ സാധനം, ഇരുമ്പിൻ്റെ ഷീറ്റുകളാണല്ലോ. അപ്പോൾ ഈ അയണൊക്കെ ഗ്രാജുവലി റിലീസ് ചെയ്യാനും വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യാനും അത് കൊറോഡ് ചെയ്യാനും അത് ആക്ച്വലി ആക്ട് ആസ് എ ന്യൂട്രിയൻറ്റ്. ഈ അയണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ബേസിക്കലി വിൽ ആക്ട് ആസ് എ ന്യൂട്രിയൻ. അതോടെ പ്രൊഡക്ഷൻ കൂടാൻ സാധ്യതയുണ്ട്, ഫിഷ് പോപ്പുലേഷൻ കൂടാൻ സാധ്യതയുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഷിപ്പ്രൊക്കെ ഒരു ഹൈഡിങ് പ്ലേസ് കൊടുക്കും. ഇപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നതല്ല, ഷിപ്പ്രക്കിൻ്റെ അകത്തൊക്കെ ഒരുപാട് ജീവികൾ വന്ന് സെറ്റിൽ ചെയ്യും. അതിനൊരു സേഫ് ആയിട്ടുള്ള ഒരു ഹാവൻ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള റെസ്റ്റിംഗ് ഹൈഡിങ് പ്ലേസ് കിട്ടും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്.